എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പലതരം തിരക്കുകൾ ഉണ്ടായിട്ട് പോലും 99 റീയൂണിയൻ ഫംഗ്ഷന് വന്ന എല്ലാ സുഹൃത്തുക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി സൂചിപ്പിക്കുകയാണ്. പിന്നെ ഇന്ന് വരാൻ സാധിക്കാത്തവർക്ക് ഇത്തരത്തിലൊരു വലിയ ഓപ്പർച്യൂണിറ്റി മിസ്സായി പോയി എന്ന് വേണം കരുതാൻ. ഞാൻ അറേഞ്ച് ചെയ്ത ഈ 99 റീയൂണിയൻ ഫംഗ്ഷന് വേണ്ടി സിംഗപ്പൂരിൽ നിന്ന് വന്ന് നമുക്കെല്ലാവർക്കും സർപ്രൈസ് തന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ജാനു ദയവ് ചെയ്ത് സ്റ്റേജിലേക്ക് വന്ന് 4 വാക്ക് സംസാരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ജാനു, പ്ലീസ് വെൽക്കം ഓൺ ടു ദ സ്റ്റേജ്. മലയാള മണ്ണിലെ ഗാനഗോകുലമേ, സിംഗപ്പൂരിൽ നിന്ന് വന്ന കുയിലേ, നിന്റെ പാട്ട് കേട്ടിട്ട് ഒരുപാട് നാളാടി വെച്ചേ. എന്തായാലും ഇപ്പൊ നീ ഒരു പാട്ട് പാടിയേ പറ്റൂ. താങ്ക്സ് ജാനു. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇവിടെ വന്നപ്പോ ചെറുപ്പായതുപോലെ. എല്ലാ കാര്യങ്ങളും മാറിയിട്ടുണ്ടാവും, എല്ലാവർക്കും മാറ്റം ഉണ്ടാവും കരുതിയിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നാ ഒന്നും തന്നെ മാറിയിട്ടില്ല. എനിക്കിപ്പോ വീണ്ടും പഴയ ബ്ലൂ ആൻഡ് വൈറ്റ് യൂണിഫോം ഇട്ടോണ്ട് സ്കൂളിലേക്ക് പോകാനുള്ള ആഗ്രഹമുണ്ട്. താങ്ക് യു. ഞാനും ഒരു പാട്ട് പാടിയേ പറ്റൂ. ഞാൻ ഇപ്പൊ തന്നെ ഐസ്ക്രീം കഴിച്ചതാ. അതൊന്നും ഞങ്ങക്ക് കേക്കണ്ട. നീ ഒരു പാട്ട് പാടിയിരിക്കണം. അത് ഞങ്ങൾക്ക് മുരളി മുരളി മുരളി, എന്താടാ വരമഞ്ഞളാടി പാട്ട് പാടാൻ പറയടാ. ഇപ്പോഴാ? എടാ ഞാൻ എങ്ങനെയാടാ പറയുന്നേ? ഒന്ന് പാടാൻ പറയടാ പ്ലീസ്. നോക്കട്ടെ. നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ? അതെ അതെ. ഇങ്ങോട്ട് നോക്ക്. എനിക്ക് നല്ല തലവേദനയുണ്ട്. പോകുന്ന വഴിക്ക് ഒരു കോഫി കുടിക്കണം. ശരി, എഴുന്നേക്ക്, നമുക്ക് പോവാം. അല്ല ജാനു, നീ എത്ര ആളുണ്ടാവും ഇവിടെ? നാളെ ഏർലി മോർണിംഗ് ആ ഫ്ലൈറ്റ്. എന്താ ഇത്ര ധൃതി? നീ ഒന്ന് പോയേ. ടിക്കറ്റ് ഇതുവരെ കൺഫേം ആയിട്ടില്ല. അവസാനം കണക്ടിംഗ് ഫ്ലൈറ്റാ കിട്ടിയത്. അതുകൊണ്ട് മുംബൈയിൽ ഇറങ്ങിയിട്ട് വേണം പോവാൻ. ഒരു 4-5 ദിവസം നിൽക്കാനുള്ള പ്ലാനിൽ വരായിരുന്നില്ലേ? അങ്ങനെ ഇപ്പൊ എനിക്കും തോന്നുന്നുണ്ട്. എന്നാ പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് പോവാന്നേ. മോളുടെ കാര്യം കൂടി നോക്കണമല്ലോ. അവള് സമ്മതിക്കില്ല. മോളോ? ഓ, എന്താ പേര്? പ്രതീക്ഷ. പ്രതീക്ഷ. എവിടെ നോക്കട്ടെ? ആഹാ, ആള് നല്ല ക്യൂട്ടാണല്ലോ. അതെ. വെറുതെ എന്നെ കണ്ണു വെക്കല്ലേ, ഇങ്ങോട്ട് കാണിച്ചേ. ഓ, മോള് സിംഗപ്പൂരിലാണല്ലേ? നോക്കിയാ ജാനു, നിന്റെ മുന്നിൽ വെച്ച് നിന്റെ മോളെ അവൻ ലൈനടിക്കുക. അവളെ കാണാൻ എന്നെ പോലെ തന്നെ ഉണ്ടല്ലേ റാം? എല്ലാരും അത് പറയാറുണ്ട്. അതുകൊണ്ടാ പറയുന്നത് നേരത്തെയും കാലത്തെയും കല്യാണം കഴിക്കണമെന്ന്. അല്ലെങ്കിൽ ഇതാവും അവസ്ഥ. കുട്ടികളുടെ ഫോട്ടോ മൊബൈലിൽ നോക്കി ഇരിക്കേണ്ടി വരും. എന്താ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ലേ? എവിടെ ഇവനോ? നാടോടിയായിട്ട് നടക്കുന്നവനെ ആരെങ്കിലും പെണ്ണു കൊടുക്കും? നീ എന്താ റാം ഇതുവരെ കല്യാണം കഴിക്കാതിരുന്നേ? അല്ല അച്ഛൻ എനിക്ക് വേണ്ടി പെണ്ണ് നോക്കിക്കൊണ്ടിരിക്കാം. വണ്ടി എടുക്ക, ലേറ്റ് ആയില്ലേ, നമുക്ക് ഇറങ്ങിയാലോ? ശരി, ഞാൻ പോയി വണ്ടി എടുത്തിട്ട് വരാം.
കോഫി കുടിച്ചൊക്കെ മതി, നീ അതിങ്ങോട്ട് വെച്ചേ. ഏ. തലവേദന പോയില്ലേ? അപ്പൊ വാ, പോ, ലേറ്റ് ആവുന്നു, വാ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ, ഇ- ഇ- ഇല്ല അങ്ങനൊന്നുമില്ല. നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയേ? എന്താ എല്ലാരും എണീറ്റ് പോയത്? നിങ്ങളൊക്കെ അവന്റെ കൂടെ തന്നെ ഉള്ളതല്ലേ? അല്ല അത് പിന്നെ അവന്റെ അച്ഛൻ ഇല്ല, പ്രശ്നമൊന്നും ഇല്ല നീ ജാനു. ഇങ്ങനെ എവിടെയും തൊടാതെ പറയല്ലേ. അവൻ കല്യാണം കഴിക്കാത്തതിന്റെ കാരണം എന്താ? എടാ മുരളി, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? നീ എന്ത് മണ്ടത്തരവാ വിളിച്ചു പറഞ്ഞേ? വിവരം ഇല്ലാതെ വെറുതെ എന്തിനാ അങ്ങനെ പറയാൻ പോയേ? എപ്പോഴാ എന്താ പറയേണ്ടെന്ന് ഒരു നിശ്ചയമില്ല. പിടിയത്, അവളുടെ കൂടെ നീയും പോ. അവളെ ഡ്രോപ്പ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് നീ പോയാ മതി. ആ, പറഞ്ഞത് മനസ്സിലായില്ലേ? ഉം. അല്ല, എന്താ ഈ വഴിക്ക് പോകുന്നേ? ആദ്യം ജാനുവിനെയല്ലേ ഡ്രോപ്പ് ചെയ്യേണ്ടത്? നിന്റെ വീട് ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ, ആദ്യം നിന്നെ ഡ്രോപ്പ് ചെയ്യാം. പക്ഷെ ഇത് ദൂരം കൂടുതലല്ലേ? എന്റെ അത്രയും നിനക്ക് വഴി അറിയോ? അതെ അതെ. ചന്ദ്രാലയോട്ടിലേക്ക് പോവാൻ വിജയനഗർ വഴി പോയാ ദൂരവാ. പക്ഷെ ഈ വഴി പോയാ അടുത്തായിരിക്കും അല്ലേ? ഞാൻ വേണേ ഗൂഗിളിൽ നോക്കാം. നീ ഒന്ന് പോയേ. ഇവൻ പോകുന്ന വഴി ഗൂഗിൾ ഇതുവരെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ഏയ്, നീ സീരിയസ് ആയിട്ട് പറഞ്ഞതോ അതോ കളിയാക്കിയതോ? ഓഫ് കോഴ്സ് ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞേ. അതൊക്കെ സൂക്ഷിച്ച്. എടാ, മര്യാദക്ക് ഇവളെ ഡ്രോപ്പ് ചെയ്തിട്ട് വീട്ടിലേക്ക് പോകാൻ നോക്ക്. എന്നെ കുറിച്ച് നിനക്ക് അറിയാവുന്നതല്ലേ? ചുമ്മാ ഓരോന്ന് പറഞ്ഞ് എന്നെ കളിപ്പിക്കല്ലേ. വാ. നീ നന്നായിട്ട് ശ്രദ്ധിക്കണേ. ഉം. ടേക്ക് കെയർ. ഡെലിവറി കഴിഞ്ഞിട്ട് ഫോൺ ചെയ്യാം. ബൈ. ബൈ. ജാനു, ഓ, ശുഭയില്ലെന്നുണ്ടെങ്കിൽ നീ എന്റെ അടുത്ത് സംസാരിക്കും അല്ലേ? റാം, നീ എന്താ ഇതുവരെയായിട്ടും കല്യാണം കഴിക്കാത്തത്? അതന്നെ, അതൊക്കെ നിന്നിപ്പോ പറയുന്നേ. ഞാൻ സീരിയസ് ആയിട്ടാ ചോദിക്കുന്നേ. നീ എന്താ ഇനിയും കല്യാണം കഴിക്കാത്തെ? ആരോ അതിന് റെഡി ആയിട്ട് വന്നില്ല, അതുകൊണ്ടാ. പ്ലീസ് റാം, ദയവ് ഇതൊന്ന് പറ. നീ ഇതുവരെ കല്യാണം കഴിക്കാത്തതിന്റെ കാരണം എനിക്ക് അറിഞ്ഞേ പറ്റൂ. ജാനു, ജാനു, പ്ലീസ് പ്ലീസ് നീ പറയുന്നത് കേൾക്ക്. ജാനു, പറയുന്നുണ്ടോ പ്ലീസ്. ഞാൻ പറയാം, പ്ലീസ് പ്ലീസ് മര്യാദയ്ക്ക്. ജാനു ഹോട്ടലെത്തി. അപ്പൊ ഞാൻ ഇറങ്ങണമെന്നാണോ പറയുന്നത്? ശുഭ പറഞ്ഞതല്ലേ. എന്നോട് സംസാരിക്കാനുള്ള ആഗ്രഹം നിനക്ക് ഒട്ടുമില്ലേ റാം? ചേച്ചേ, അങ്ങനെയൊന്നുമില്ല. ഞാൻ കാലത്ത് വന്ന് നിന്നെ പിക്ക് ചെയ്ത് എയർപോർട്ടിൽ കൊണ്ട് വിട്ടേക്കാം. എന്റെ നമ്പർ ജാനു, ജാനു, ഞാൻ പറയുന്ന കേൾക്ക് ജാനു, പ്ലീസ്. റാം, നീ പോയായിരുന്നോ? ജാനു, എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഓ, അല്ല, എവിടെയുള്ളത്? എന്താ ജാനു? ഒരുപാട് ദൂരം പോയോ? നീ എവിടെയാ ഉള്ളെന്ന് പറ റാം. നിന്നെ എവിടെയാണോ ഡ്രോപ്പ് ചെയ്തത്, ഞാൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്.